ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ ആധികാരിക വിവരങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഹർജി മെയ് 24-ന് വീണ്ടും പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ അമിത് ശർമ്മയോട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചിരുന്നു. ഇതിന് സമയമെടുക്കും, തങ്ങൾക്ക് ധാരാളം ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ എല്ലാ പോളിംഗ് ഓഫീസർമാരും വൈകുന്നേരത്തോടെ ആപ്പിൽ ഡാറ്റ സമർപ്പിക്കാറില്ലേ എന്നും അതിനാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ദിവസാവസാനത്തോടെ മുഴുവൻ നിയോജക മണ്ഡലത്തിന്റെയും ഡാറ്റ ലഭിക്കില്ലേ എന്നും ബെഞ്ച് ചോദിച്ചു. ഇതിന് പെട്ടെന്ന് ലഭിക്കാറില്ല എന്നായിരുന്നു അമിത് ശർമ്മ പറഞ്ഞത്. എങ്കിലും അടുത്ത ദിവസമെങ്കിലും ഡാറ്റ ലഭിക്കില്ലേ എന്നും ചന്ദ്രചൂഡ് തുടർന്ന് ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം സമർപ്പിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം പ്രഖ്യാപിച്ച പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹർജി സമർപ്പിച്ചത്. ഏപ്രിൽ 30-ന് പ്രസിദ്ധീകരിച്ച ഡാറ്റ പോളിംഗ് ദിവസം കമ്മീഷൻ പ്രഖ്യാപിച്ച കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവ് കാണിക്കുന്നതായാണ് ഹർജിയിലുള്ളത്. ഇത് വോട്ടർമാരുടെ എണ്ണം പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസവും അത്തരം ഡാറ്റയുടെ കൃത്യത സംബന്ധിച്ച് വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ട പോളിംഗിന് ശേഷവും ഡാറ്റ അപ്ലോഡ് ചെയ്യണം. കൂടാതെ മണ്ഡലം, പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്കുകൾ കേവല സംഖ്യയിലും ശതമാന രൂപത്തിലും നൽകണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൂടാതെ ഫലങ്ങളുടെ സമാഹരണത്തിന് ശേഷമുള്ള സ്ഥാനാർത്ഥി തിരിച്ചുള്ള ഫലം ഉൾക്കൊള്ളുന്ന ഫോം 17E ഭാഗം 2 വെളിപ്പെടുത്താനും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.